വെൽക്കം ബാക്ക്. സോ നമ്മുടെ ഇപ്പോഴത്തെ കുളത്തിൻ്റെ ഒരു അപ്ഡേഷൻ എന്ന നിലയ്ക്ക് ഡ്രിഫ്റ്റ് വുഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഐ കുഡൻറ്റ് ടേക്ക് ദ ഫുൾ വീഡിയോ ബിക്കോസ് ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു ആൻഡ് ഞാനിത് രാത്രിയാണ് ചെയ്തത്. അതുകൊണ്ടാണ് കേട്ടോ. എന്നാ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ചെയ്തത് കൊണ്ട് എനിക്ക് വൃത്തിക്ക് ചെയ്യാൻ പറ്റി. പകരം എനിക്ക് നല്ല തിരക്കുകളായിരുന്നു. ഞാനിപ്പോൾ കുറച്ച് പ്ലാന്റ്സൊക്കെ ഡ്രിഫ്റ്റ് വുഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടൈപ്പ് ഓഫ് പ്ലാന്റിങ് നമ്മളതിനെ ഡ്രിഫ്റ്റ് വുഡ് ബോൺസായി എന്ന് പറയും കേട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള ചെടികൾ മരത്തിൻ്റെയൊക്കെ പൊത്തുകളിൽ മണ്ണ് നിറച്ചിട്ട് വേണമെങ്കിൽ ചെടികൾ നടാം. അല്ലാതെ തന്നെ ഈ ഡെഡായ ട്രീകളിൽ ബോൺസായി ചെയ്തെടുക്കുന്ന രീതിയും കൂടെയാണ്. ഇതൊരു പ്രോപ്പർ ബോൺസായി അല്ല, ബട്ട് സ്റ്റിൽ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തതാണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ മണി പ്ലാന്റ് ആണ് ഇതെല്ലാം. മണി പ്ലാന്റിൻ്റെ ബോട്ടം വെള്ളത്തിൽ നിൽക്കുന്ന രീതിയിലാണ്. പിന്നെ വെള്ളം കുറച്ചുകൂടെ ഇത്ര ലിഫ്റ്റ് ചെയ്യും. കുറച്ചുകൂടെ വെള്ളം ഞാൻ താത്തിയതാണ്, നിങ്ങൾക്കത് കാണാൻ കഴിയും. പിന്നെ ഇതിൻ്റെ മുകളിലും അല്പം സോയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വേര് പിടിച്ചങ്ങ് ഇറങ്ങിക്കോളും. പിന്നെ ഈ വെള്ളം നന്നായിട്ട് വലിച്ചെടുക്കുന്നുണ്ട് ഈ മരം. നല്ലൊരു വുഡാണ്. പിന്നെ ഇതൊക്കെ കാണുന്ന ഒരു സിംഗിൾ പീസ് വുഡല്ല, മൾട്ടിപ്പിൾ പീസസ് ഓഫ് വുഡാണ്. ഇത് നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ അക്വേറിയത്തിൽ സെറ്റ് ചെയ്തിരുന്ന ഒരു മരമാണ്. ഇത് പുളിയുടെ വടിയാണ്. ഉണ്ട് ടോപ്പൊക്കെ ജസ്റ്റ് അതൊക്കെ വെറുതെ വെച്ചേക്കാം കേട്ടോ. നമ്മളൊന്നും ഉറപ്പിച്ചിട്ടൊന്നുമില്ല. അതിന് മുകളിലൊക്കെ ചെടി വന്ന് വേരുകൾ വന്ന് പിടിച്ച് ഉറക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊക്കെ ജസ്റ്റ് നമ്മളിവിടെ വെച്ചെന്നേ ഉള്ളൂ. കണ്ടോ, നമുക്കിത് ഇളക്കിയെടുക്കാൻ പറ്റും. ഉണ്ടോ, യു ക്യാൻ സീ ദാറ്റ്. ഞാൻ ജസ്റ്റ് ഇതൊന്നും ചെയ്തിട്ടില്ല. ഞാൻ കമ്പിയിട്ട് കെട്ടുക പോലും ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് അവിടെ പ്ലേസ് ചെയ്തതേ ഉള്ളൂ. നമുക്കിതും എന്തെങ്കിലുമൊക്കെ കാണിച്ച് സെറ്റ് ചെയ്യണം. ഇപ്പോൾ കിളികളൊക്കെ ഉണ്ടെങ്കിൽ കിളികൾക്കൊക്കെ വന്നിരിക്കാൻ നല്ല രസമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഓക്കെ, നമുക്കിന്ന് ബാക്കി അക്വാസ്കേപ്പിംഗ് ചെയ്യാം. ഞാനിനി ഇവിടെ കുറച്ച് ചെടികൾ വെക്കുന്നുണ്ട്. എല്ലാം ഇതിനകത്തൊന്നും മണ്ണിടുന്നില്ല. നമ്മൾ ചെടിച്ചട്ടി വെച്ചിട്ടാണ് ചെടി വെക്കുന്നത്. ഇതിൻ്റെ ചുവട്ടിലൊക്കെ ചെടി വരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, നമുക്കെന്നാൽ നേരെ ബാക്കി വർക്കുകളൊന്നും ചെയ്തേക്കാം. ചെടികളും കാര്യങ്ങളൊക്കെ പ്ലാന്റ് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 48 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. ചെടികൾ പൊരുത്തപ്പെട്ട് വരുന്നു. പോരാത്തത് നമ്മൾ താഴെ കുറച്ച് ചെടികൾ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അതും കുഴപ്പമില്ലാത്ത രീതിയിൽ ശരിയായി വരുന്നുണ്ട്. അതിൽ പുതിയ മുട്ടുകളൊക്കെ വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് കേട്ടോ. നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പിന്നീട് വേറൊരു കാര്യം ചെയ്തിരുന്നു. നമ്മളിതിൻ്റെ റൂഫിൽ നമ്മൾ വല കെട്ടിയിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, ഈ ഇലയൊക്കെ വന്ന് അനാവശ്യമായിട്ട് വെള്ളത്തിൽ വീഴുന്നുണ്ട്. എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച അത്രയും ബലത്തിൽ തന്നെ നല്ല വൃത്തിക്ക് വല കെട്ടാൻ പറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി നമ്മൾ മീനിനെ റിലീസ് ചെയ്യും. നമ്മൾ 1-2 മീനുകളെ റിലീസ് ചെയ്യുന്നുള്ളൂ തൽക്കാലത്തേക്ക്. ബാക്കി മീനുകളെ പതുക്കെ റിലീസ് ചെയ്യുന്നിരിക്കും. കാരണം ഹാബിറ്റാറ്റിന് സഡനായിട്ട് ചേഞ്ചസ് ഉണ്ടായാൽ മീനിൻ്റെ ഗ്രോത്തിനെ അത് ബാധിക്കും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഉടനെ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഈ ഒരു ഡ്രിഫ്റ്റ് വുഡ് നമ്മൾ ഒട്ടിക്കാൻ വിട്ടുപോയതാണ്. നമുക്ക് പിന്നീടാണ് കിട്ടിയത്. നമ്മൾ ചെയ്ത ഡ്രിഫ്റ്റ് വുഡിൻ്റെ സെറ്റപ്പ് ചെറിയ രീതിയിൽ സ്ലൈറ്റ്ലി ഒരു ചെറിയ മാറ്റം വരുത്തിയിരുന്നു. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് വെറുതെ മുകളിൽ വെച്ചാണ്, പിന്നീട് താഴെ പോകേണ്ടത്. അപ്പോൾ നമ്മളിത് പഞ്ഞി സൂപ്പർ ഗ്ലൂവും വെച്ച് ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുകയാണ്. സൂപ്പർ ഗ്ലൂ മതിയാവും. വുഡിൻ്റെ ടോപ്പ് ഭാഗം ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയിരുന്നാൽ മതി. ചെറിയൊരു ഹോൾഡിങ് മതി. പിന്നീട് ചെടിയൊക്കെ വളർന്ന് കഴിയുമ്പം വേരൊക്കെ ഓടി പിടിച്ച് ഇത് സെറ്റായിരിക്കും. അപ്പോൾ നിങ്ങൾ ഡ്രിഫ്റ്റ് വുഡൊക്കെ ഒട്ടിക്കുന്നുണ്ടെങ്കിൽ സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിക്കേണ്ട കേസേ ഉള്ളൂ. നല്ല ബലത്തിൽ ഇരുന്നോളും. കാരണം ഞാൻ അക്വേറിയത്തിലൊക്കെ ഇങ്ങനെയാണ് ഒട്ടിച്ച് വെക്കാറ്. കാലാകാലം നിൽക്കും കേട്ടോ. Thank you.